UAE റാസൽ ഖൈമ എമിറേറ്റില് 2 കൂട്ടർ ചേർന്നൊരു ജോയിന്റ് ബിസിനസ് ആരംഭിച്ചു. ബിസിനസിന്റെ ഒരു ഘട്ടമാവുമ്പോൾ ബിസിനസ് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട്ണർമാരിൽ ഒരു കൂട്ടർക്ക് തോന്നി മറ്റേയാളെ ഒഴിവാക്കിയാൽ ബിസിനസ് സ്വന്തമാക്കാം, ഇതിന്റെ ലാഭവിഹിതം മുഴുവനും സ്വന്തം പേരിലാക്കാം എന്ന് ചിന്തിക്കുന്നു. എങ്ങനെയാണ് വളരെ സമർത്ഥമായി ഈ ബിസിനസ് പങ്കാളിയെ ഒഴിവാക്കുക എന്ന് ചിന്തിച്ചപ്പോൾ UAE പോലൊരു രാജ്യത്ത് ഒരു ഡ്രഗ് കേസിൽ കുടുങ്ങിയാൽ, മയക്കുമരുന്ന് കേസിൽ കുടുങ്ങിയാൽ ഇയാൾ പുറം ലോകം കാണില്ല, ഇയാൾ കുരുങ്ങും, ബിസിനസ് നമ്മുടെ സ്വന്തം പേരിലാക്കാം എന്നുള്ള ഒരു ചിന്ത ആദ്യത്തെ പാർട്ട്ണറുടെ മനസ്സിൽ ഉദിക്കുന്നു. പ്രധാനമായും ഈ ഒരു വിദ്യ പറഞ്ഞു കൊടുത്തത് പാർട്ട്ണറുടെ ഭാര്യയാണ്. ഭാര്യ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് മയക്കുമരുന്ന് സംഘടിപ്പിക്കുക എന്നിവർ ചിന്തിക്കുന്നു. അപ്പോഴാണ് ഭാര്യയുടെ സഹോദരൻ, അത്യാവശ്യം മയക്കുമരുന്ന് ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ്, അയാളെ സമീപിക്കുന്നു. കുറച്ച് മയക്കുമരുന്ന് സംഘടിപ്പിച്ച് തരണമെന്ന് ഈ ഭാര്യയും ഭർത്താവും സഹോദരനോട് ആവശ്യപ്പെടുന്നു. സഹോദരൻ സഹായിക്കാമെന്ന് ഏൽക്കുകയാണ്. അങ്ങനെ മയക്കുമരുന്ന് സംഘടിപ്പിച്ചു കൊടുക്കുന്നു. ഏഷ്യക്കാരനായിട്ടുള്ള പാർട്ട്ണറുടെ വാഹനത്തിനുള്ളിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെക്കുകയാണ്. അതിനുശേഷം ഈ സംഘം നേരെ പോലീസിന് വിവരം അറിയിക്കുകയാണ്. പോലീസിന്റെ നർക്കോട്ടിക്സ് വിഭാഗം ഏഷ്യക്കാരനായിട്ടുള്ള ഈ ബിസിനസ് പാർട്ട്ണറുടെ വാഹനം പിടികൂടുന്നു. അതിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തുന്നു. തീർച്ചയായിട്ടും അയാൾക്കെതിരെ നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ വരേണ്ടതാണ്. എന്തായാലും നടപടികൾ എടുക്കാൻ ആരംഭിച്ച പോലീസ് വിഭാഗത്തിന് ചില സംശയങ്ങൾ തോന്നുകയാണ് സ്വാഭാവികമായും. ഈ ഏഷ്യക്കാരനായിട്ടുള്ള ഈ മനുഷ്യനെ പരിശോധിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ, വിദഗ്ധ പരിശോധനയ്ക്കൊക്കെ വിധേയനാക്കുമ്പോൾ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അവർക്ക് തോന്നുന്നില്ല. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പോഴാണ് തന്റെ ബിസിനസ് പങ്കാളിയുമായി ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പിന്റെ കാര്യത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഇയാൾ പോലീസിനോട് പറയുന്നത്. പോലീസിന് കൃത്യമായ ഒരു ക്ലൂ അവിടെ നിന്ന് ലഭിക്കുകയാണ്. തുടർന്ന് ആ തലത്തിലേക്ക് വിശദമായ അന്വേഷണം അവർ ആരംഭിച്ചു. ആദ്യത്തെ ബിസിനസ് പങ്കാളിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തില് പോലീസിന് മുമ്പാകെ തങ്ങൾ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് ഈ ആദ്യത്തെ ബിസിനസ് പങ്കാളിക്ക് തുറന്നു പറയേണ്ടതായി വന്നു. താൻ മാത്രമല്ല, തന്നെ ഈ ഒരു ഗൂഢാലോചനയിലേക്ക് നയിച്ചത് തന്റെ ഭാര്യയാണ്, ഭാര്യയുടെ സഹോദരൻ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇക്കാര്യത്തിൽ വഹിച്ചു എന്നും പോലീസിനോട് ഇയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു. തുടർന്ന് പോലീസിന്റെ നടപടിക്രമങ്ങളെല്ലാം യഥാവിധി തന്നെ നടന്നു. റാസൽ ഖൈമ ക്രിമിനൽ കോർട്ട് ബിസിനസ് പങ്കാളിക്കും ഭാര്യയ്ക്കും 10 വർഷം വീതം തടവും 50,000 ദിർഹം പിഴയും ശിക്ഷ വിധിച്ചപ്പോ ക്രൈമിന് കൂട്ടുനിന്ന മയക്കുമരുന്ന് ഇടപാടുകാരനായ ഭാര്യ സഹോദരന് 15 വർഷത്തെ തടവും 1 ലക്ഷം ദിർഹം പിഴയും വിധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു ക്രൈമിനെ കുറിച്ച്, ഈ ഒരു ഗൂഢാലോചനയെ കുറിച്ച് റാസൽ ഖൈമ പോലീസ് ജനറൽ കമാൻഡിന്റെ ഒരു മാഗസിൻ ഉണ്ട്, മന്ത്ലി മാഗസിൻ ഉണ്ട്. അതിലവർ വിശദമായിട്ട് പറയുകയും ചെയ്യുന്നു. കൂടെ നിന്ന് ചതിക്കുന്ന ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഒരു തരത്തിലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും UAE നിയമം ഇത്തരക്കാരെ കർശനമായി നേരിടുമെന്നും റാസൽ ഖൈമ ജനറൽ പോലീസ് കമാൻഡിന്റെ ഈ മന്ത്ലി മാഗസിന്റെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.